ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വൈകമുള്ള പിരിഞ്ഞൊരു ജീവിതം ഇനി മീനാക്ഷിക്കില്ല. അതിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും. അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യോ നീ? ഇനി കൊണ്ടുപോയിക്കോ. അയ്യോ മോനെ, മാഡം, മൈഥിലിയുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് കോടതി തീരുമാനിച്ച കാര്യമല്ലേ? അതോ ചെമ്പകമംഗലത്തുകാർക്ക് കോടതിയിലെ നിയമത്തിലൊന്നും വിശ്വാസമില്ലേ? കോർട്ട് ഓർഡറുമായോ ഇവര് വന്നിരിക്കുന്നത്? അതുകൊണ്ട് വെറുതെ ഷോ ഇറക്കാതെ കുഞ്ഞിനെ കൊടുത്തേക്കണം. അതല്ല കോടതി ഉത്തരവ് മറികടന്ന് വാശി കാണിക്കാനാണെങ്കിൽ ഞാൻ ഒന്നുകൂടി വരും. നിന്നെയൊക്കെ എല്ലാത്തിനും എടുത്ത് അകത്തിടും. പ്രായഭേദമന്യേ എല്ലാരും വാങ്ങും എന്റെ കയ്യിന്ന്. മൈഥിലി, കോടതി ഉത്തരവും കൊണ്ട് ഇവിടെ വന്നപ്പോ ഭീഷണിപ്പെടുത്തിയെന്നും ആ ജീപ്പിലിരിക്കുന്ന മഹാൻ ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും പറഞ്ഞ ഒരു റിട്ടേൺ കംപ്ലൈന്റ് നീ എനിക്ക് എഴുതി തരണം. അതും കൂടി പെടലിക്ക് കെട്ടിവെച്ചിട്ട് വേണം ലവന് കോടതിയിൽ ഹാജരാക്കാൻ. അയ്യോ, കൊറേ നാള് കോടതി വരാന്ത കയറി ഇറങ്ങുമ്പോ പഠിച്ചോളൂ എല്ലാം. അയ്യോ, അപ്പോ നമുക്കിനി കാര്യങ്ങൾ സംസാരിച്ചൊരു ധാരണയിലെത്താം. കയ്യാങ്കളിയൊക്കെ ഒഴിവാക്കി നിയമ നടപടികൾ നിങ്ങൾ അനുസരിക്കണം. എനിക്കിവിടെ ആരോടും കൂടുതലായി സംസാരിക്കാനൊന്നുമില്ല. ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. അതിനി ആരെതിർത്താലും ശരി. മൈഥിലി, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്കണം. ദയവേദന്റെ മോളെ നീ കൊണ്ടുപോകരുത്. എന്റെ മോളോ? അതെങ്ങനെ നിന്റെ മോളാവും? ഞാൻ ഈ നിൽക്കുന്ന ഞാൻ 10 മാസം വയറ്റിലിട്ട് പ്രസവിച്ച എന്റെ മോളായത്.
സ്വന്തം അമ്മ കഴിഞ്ഞേ ഉള്ളൂ രണ്ടാനമ്മയ്ക്ക് സ്ഥാനം. അതുകൊണ്ട് നീ ഏത് രീതിയിൽ തടയാൻ നോക്കിയാലും ഞാൻ ഇവളെ കൊണ്ടുപോകും. മൈഥിലി, ഞാൻ നിന്റെ കാല് പിടിക്കാം. മൈഥിലി, കുഞ്ഞിനെ കൊണ്ടുപോകരുത്. നീ പ്രസവിച്ച കുഞ്ഞായിരിക്കാം, പക്ഷെ മനസ്സുകൊണ്ട് ഞാനിതിന്റെ അമ്മയായി പോയി. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. എനിക്കെന്റെ കുഞ്ഞിന് വേണം മൈഥിലി. മീനാക്ഷി, നീ എന്തായി കാണിക്കുന്നത്? ദൈവമേ, മൈഥിലിയോട് പറ ദൈവമേ, കുഞ്ഞിനെ കൊണ്ടുപോകരുതെന്ന്. എന്ത് പറഞ്ഞാലും കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല മൈഥിലി. കുഞ്ഞിനെ എനിക്കൊപ്പം നിർത്താനും എനിക്ക് സ്നേഹിച്ച് വളർത്താനും വേണ്ടി നീ 10 മാസം നൊന്ത് പ്രസവിച്ചതിനേക്കാളും വേദന ഇതിനൊക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. വൈകമോളെ പിരിഞ്ഞൊരു ജീവിതം ഇനി മീനാക്ഷിക്കില്ല. അതിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും. അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യോ നീ? മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല മാഡം. സഹീറ മാഡം താക്കീത് ചെയ്ത് പോയതുകൊണ്ട് ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ശരി മാഡം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഓക്കെ. അമ്മ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാ എങ്ങനെയാ? ഞാൻ എന്തു പറയാനാ മാലതി? ആൾബലമില്ല, ആൺതുണയില്ല, അംഗബലമില്ല. ചെറകുടിഞ്ഞ അവസ്ഥയിലായിപ്പോ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയുടെ അവസ്ഥ. അമ്മ ഇങ്ങനെ പ്രാസം ഒപ്പിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യ്. കുഞ്ഞിനെ വാങ്ങാൻ കോടതി ഉത്തരവുമായി വന്നവരോട് ഞാൻ എന്ത് പറയാനാ? ഓഹോ, അമ്മയ്ക്ക് അതേ ഓർമ്മ ഉള്ളൂ അല്ലേ? കുറച്ചു മുമ്പ് എന്റെ ഭർത്താവ്, അതായത് അമ്മയുടെ മകനെ പോലീസ് പിടിച്ചോണ്ട് പോയത് അമ്മ കണ്ടില്ലായിരുന്നോ? അതോ ഇതിനിടയ്ക്ക് അത് മറന്നുപോയോ? കുഞ്ഞാരുടെ കൂടെ പോയാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ വിഷയം എന്റെ ജഗദീഷ് ഏട്ടനെ പുറത്തിറക്കുക എന്നുള്ളതാ. അതിന് ഞാൻ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നേ? വല്ല വഴിയുണ്ടെങ്കിൽ നീ പറയേ, ഞാൻ അതുപോലെ ചെയ്യാം. അമ്മ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെയെല്ലാം നോക്കിയിരുന്നോ? ഇങ്ങനെ ഇരുന്നോണ്ടാ ഇവിടെ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായത്. പറയണോ ഞാൻ ഓരോന്നായിട്ട്? പറഞ്ഞു ഓർമ്മിപ്പിക്കണോ ഞാൻ? അമ്മയുടെ മൂത്ത മകൻ എങ്ങനെയാ മരിച്ചത്? ആർക്ക് വേണ്ടിയായിരുന്നു? മീനാക്ഷിക്ക് വേണ്ടിയോ? ഇളയ മകൾ സാവിത്രിച്ചിയുടെ ഭർത്താവ് ഗൾഫിൽ വെച്ച് മരിക്കാൻ കാരണം ആരാ? ഈ മീനാക്ഷി തന്നെയല്ലേ? മീനാക്ഷി ഓരോന്നും ചെയ്യും. ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അമ്മയ്ക്ക് ആരുടെ കാര്യത്തിലും ഇടപെടാനും ശ്രദ്ധിക്കാനും സമയമുണ്ടായിട്ടില്ല. അന്നും അതെ, ഇന്നും അതെ.